Hi, so welcome back to another video. So ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാച്ച് ബോക്സിനെ അതേപോലെ മേജറ്റിനെയും മൂവിങ് പാർട്സിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് നാളെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്, കാരണം ഈ രണ്ട് ബ്രാൻഡ്സും അത്യാവശ്യം നല്ലപോലെ തന്നെ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ഔട്ട് മൈ ഇൻസ്റ്റ. ആൻഡ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി പ്രോഡക്റ്റ്സ് വരാനുണ്ട്. ആൻഡ് ഇവിടെ വെക്കാനുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാക്കേജിങ് ആണ്. മേജർ ഫുൾ എൻക്ലോസ് ആയിട്ട് അടിപൊളി പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ വൺസ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് മൂവിങ് ഓൺ ടു മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ പാക്കിംഗ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് എവിടെയും കാണുന്നില്ല. ഈവൻ ഇത് ശരിക്കും പ്ലാസ്റ്റിക് അല്ല. ഓക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ എവിടെയും കാണുന്നില്ല. ഇവരിവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈക്ക് മിനിമം ഓഫ് 70% സർട്ടിഫൈഡ് പ്ലാസ്റ്റിക് അങ്ങനെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് പ്രോഡക്റ്റ്സ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദ ഡീറ്റെയിലിംഗ്. അത്യാവശ്യം നല്ല പോലെ തന്നെ ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് വെയിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് മാച്ച് ബോക്സിനാണ് കുറച്ചുകൂടി വെയിറ്റ് കൂടുതൽ. ആൻഡ് ഡീറ്റെയിലിങ്ങും ശരിക്കും പറഞ്ഞാൽ മാച്ച് ബോക്സിന് അത്യാവശ്യം നല്ല പോലെ തന്നെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഈവൻ ആ ഒരു പാർട്ട് ഓപ്പണിംഗ് പാർട്സൊക്കെ അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട്. എത്രമാത്രം ഡീറ്റെയിലിംഗ് കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. അത്യാവശ്യം നല്ല തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ഇതിലേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ മേജറിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീറ്റെയിലിംഗ് ഒക്കെ ഫ്രണ്ട് സൈഡ് ആൻഡ് സൈഡ് വൈസ് അത്യാവശ്യം കുഴപ്പമില്ല ഡീറ്റെയിൽസ് ഉണ്ട്. ബാക്ക് സൈഡിലാണെങ്കിലും ആ ഒരു ഹുഡിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. പക്ഷേ ഈ സിമ്പിളും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് അത്യാവശ്യം പോരാ. മേജറിൻ്റെ പെയിൻറ്റ് വർക്ക് തീരെ പോരാ എന്നാണ് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളത്. മേജറിൻ്റെ വേറെയും പ്രോഡക്റ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ മേജറിൻ്റെ ആണ് ഇത്. അപ്പോൾ ഇതിലെ ഒരു പെയിൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര നീറ്റൊന്നും അല്ല, അത്യാവശ്യം കുറേ പോരായ്മകളുണ്ട്. അതുപോലെ തന്നെയാണ് മേജറിൻ്റെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴും അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് വേറൊരു പ്രീമിയം സെഗ്മെൻറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. മേജറിന് അത്യാവശ്യം നല്ല പ്രീമിയം സെഗ്മെൻറ്റ് നോക്കി, പക്ഷേ പെയിൻറ്റ് വർക്ക് അത്യാവശ്യം മോശമായിട്ടാണ് മേജർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മേജറിന് കൂടെ കിട്ടിയ മറ്റേ കാർഡാണ്. സോ ഇതിനകത്ത് അത്യാവശ്യം ആ ഒരു പെർട്ടിക്കുലർ വെഹിക്കിളിൻ്റെ ലൈക്ക് സിലിണ്ടർ എത്രയാണ്, എൻജിൻ സൈസ്, പവർ, സ്പീഡ്, 0 to 100 എത്ര ടൈമിലുള്ളതാണ് വരുന്നത്, ടോർക്ക് എത്രയാണ് അതിൻ്റെ ടോർക്ക് എന്നുള്ള ഫുൾ ഡീറ്റെയിലിംഗ് ഈ കാർഡിനകത്ത് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നൈസാണ്. നല്ല ഹോട്ട് വീൽസിലൊക്കെയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ വെക്കുന്ന ഒരു സമയത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. സോ എനിവേസ് ഇറ്റ്സ് ഗുഡ്. സോ ഗൈസ്, പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടും സെയിം പ്രൈസാണ്. 399 തന്നെയാണ് മേജറിറ്റ് ആണെങ്കിലും. മാച്ച് ബോക്സ് ആണ് 399 വരുന്നുള്ളൂ. രണ്ടിൻ്റെയും മൂവിങ് പാർട്സ് 399 വരുന്നുവെങ്കിലും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാച്ച് ബോക്സ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മേജറിറ്റിൻ്റെ പല ഭാഗത്തുള്ള പെയിൻറ്റ് ബോക്സും അത്യാവശ്യം നീറ്റായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാച്ച് ബോക്സിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തതും മേജറിറ്റിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. ആൻഡ് കമ്മിങ് ടു ദ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും മാച്ച് ബോക്സ് തന്നെയാണ് വിന്നറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഓവറോൾ ഹൈസോ മേജറിറ്റ് ഹോട്ട് വീൽസ് അങ്ങനത്തെ ഡൈക്കാസ് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമ്മളതിനകത്ത് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. ഷോപ്പ് എന്നാണ് ഓപ്പൺ ചെയ്യുന്നത്, എന്ന് മുമ്പിലാണ് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അത്രയുള്ള നമ്മുടെ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത്, ഒന്ന് ഫ്രണ്ട് പോകുന്നു, ഒന്ന് ബാക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലായിട്ട് വരാം. സോ ബൈ ബൈ. സൗണ്ട് ഉണ്ടാക്കുന്നു.